IPL-ൽ ആദ്യ 3 മത്സരങ്ങളിൽ റിയാൻ പരാഗിനെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തതിന് വിമർശനവുമായി ഇപ്പോൾ ആരാധകർ രംഗത്ത് വരികയാണ്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കിടെ നായകൻ സഞ്ജു സാംസണ് കൈവിരലിന് പരിക്കേറ്റതോടെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ 3 മത്സരങ്ങളിൽ റിയാൻ പരാഗിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരുന്നത്. സഞ്ജു തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. തനിക്ക് പകരം നായകനാവാൻ യോഗ്യരായ നിരവധി താരങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു സഞ്ജു റിയാൻ പരാഗ് ആയിരിക്കും ആദ്യ 3 കളികളിൽ രാജസ്ഥാനെ നയിക്കുക എന്നും താൻ ബാറ്ററായി മാത്രമായിരിക്കും ഇറങ്ങുകയെന്നും പറഞ്ഞത്. എന്നാൽ റിയാൻ പരാഗിനേക്കാൾ രാജസ്ഥാനെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ മറ്റൊരാളുണ്ട്. ഓപ്പണർ SSC ജയ്സ്വാൾ ആണെന്നാണ് ഒരു നിലപാടിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പരാഗിനെ താൽക്കാലിക ക്യാപ്റ്റനാക്കിയത് നെപ്പോട്ടിസത്തിന് ഉദാഹരണമാണെന്നും ജയ്സ്വാൾ എത്രയും വേഗം നല്ലൊരു PR ഏജൻസിയെ കണ്ടെത്തിയില്ലെങ്കിൽ കരിയർ തന്നെ അപകടത്തിലാകുമെന്നും ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം വാക്പോര് പോലെ പറയുകയും ചെയ്തു. നിരവധി ആളുകളാണ് ഇതിന് സപ്പോർട്ടുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ സീസണിൽ ഒഴികെ മുൻ സീസണുകളിലെല്ലാം മോശം പ്രകടനം നടത്തിയ പരാഗിനെ രാജസ്ഥാൻ കോടികൾ കൊടുത്ത് നിലനിർത്തിയതും ആരാധകർ വളരെ വ്യക്തിരൂക്ഷമായി ചൂണ്ടിക്കാണിച്ചു. നല്ലൊരു PR ഏജൻസിയെ കണ്ടെത്തിയില്ലെങ്കിൽ ജയ്സ്വാളിന്റെ കരിയർ പൂജാരയുടെ ടെസ്റ്റ് കരിയർ പോലെയും ശിഖർ ധവാന്റെ വൈറ്റ് ബോൾ കരിയർ പോലെയും അവസാനിക്കേണ്ടി വരുമെന്നും കരിയറിൽ രക്ഷപ്പെടണമെങ്കിൽ ജയ്സ്വാൾ റോയൽസ് വിടേണ്ടി വരുമെന്നും ആരാധകർ വ്യക്തമാക്കി. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ ആയിരുന്നു റിയാൻ പരാഗ്. 16 മത്സരങ്ങളിൽ 52 റൺസ് ശരാശരിയിൽ 573 റൺസാണ് പരാഗ് സ്വന്തമാക്കിയത്. അതേസമയം ജയ്സ്വാൾ 435 റൺസാണ് ഓപ്പണർ എന്ന നിലയിൽ രാജസ്ഥാൻ കുപ്പായത്തിൽ കഴിഞ്ഞ സീസണിൽ നേടിയത്. എന്തായാലും രാജസ്ഥാൻ റോയൽസിന്റെ മത്സരം കാണാൻ ഇപ്പോൾ ആവേശത്തോടെ നിൽക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെ. സഞ്ജു മാത്രമല്ല, നിരവധി നല്ല കളിക്കാർ അരങ്ങേറുന്ന രാജസ്ഥാൻ റോയൽസ് ഈ വരുന്ന ദിവസം തന്നെ ആദ്യ മത്സരം കുറിക്കും. എന്നാണെങ്കിലും ആദ്യ 3 മത്സരങ്ങളിൽ ക്യാപ്റ്റനാകാതെ സഞ്ജു ഒരു ബാറ്ററായി മാത്രമായിരിക്കും കളിക്കിറങ്ങുന്നത്. എന്നാൽ പോലും കളിക്ക് ആവേശകരമായ ഒരു തുടക്കം തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.